തൊടുപുഴ മറാക്ക ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിക്ക് പറയാനുള്ളത് കൃഷിയുടെ ലാഭനഷ്ടങ്ങളിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി മുന്നേറിയ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ കഥയാണ്. ഡെങ്കിപ്പനി കൊണ്ടുണ്ടായ രക്തക്കുറവിന് പരിഹാരമായി വീട്ടുമുറ്റത്തെ പാഷൻ ഫ്രൂട്ട് തേടി പരിചയക്കാരെത്തിയപ്പോൾ കോതമംഗലം സ്വദേശി പൈലി ഈപ്പനും സുഹൃത്തുക്കൾക്കും ഒരു പുതിയ വഴി തുറന്നു കിട്ടുകയായിരുന്നു. അവരുടെ സൗഹൃദ പന്തലിൽ കായ്ച്ചത് ടൺ കണക്കിന് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടാണ് ഞങ്ങളുടെ കൃഷി. കേരളത്തിൽ തന്നെ വളരെ വിരളമായിട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് മെയിനായിട്ട് കൃഷി ചെയ്യുന്ന, ഇതുപോലെ പന്തലിട്ട് കൃഷി ചെയ്യുന്ന അധികാരമില്ല. ഞങ്ങൾ കുറച്ച് സ്ഥലമെടുത്തിട്ട് ഇത് പന്തലിട്ട് ഇത് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ആലോചനയായി. അപ്പോൾ അത് കൃഷി ചെയ്തു, കുഴപ്പമില്ല, കായെല്ലാം വന്നു, സക്സസ് ആയി. ആ സമയത്താണ് നമുക്കൊരു വലിയ പ്രശ്നം, ഇത് നമ്മൾ ഉദ്ദേശിക്കും പോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അന്ന് മാർക്കറ്റിലൊന്നും ഈ ഫ്രൂട്ട് അത്രമാത്രം അവൈലബിൾ അല്ല, ആളുകൾ അത് അധികം വാങ്ങിക്കുന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചു, നമുക്കിതൊന്ന് പ്രോസസ്സ് ചെയ്ത് ഇത് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആക്കണമെന്നതിനെക്കുറിച്ച് ഉള്ളൊരു ആലോചനയായി. അങ്ങനെയാണ് ഞങ്ങൾ മറാക്ക ഫുഡ് പ്രോസസ്സിംഗ് കമ്പനി എന്ന പേരിൽ തൊടുപുഴ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് തുടക്കത്തിൽ തന്നെ കൃഷി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ SHM നിന്നൊക്കെ നമുക്ക് ചെറിയ ഫണ്ടും അവരുടെ ചെറിയ ഡയറക്ഷൻസും എല്ലാം നമുക്ക് തുടങ്ങിയ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കേസ് വരുന്നത്, നമുക്ക് കൂടുതൽ വരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പന്തലിടുക, ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുക. ഏക്കറിൽ നിന്നൊരു 10 ടൺ കാ വരെ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 10 ടൺ കാ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃഷി നഷ്ടമല്ല, കൃഷി നമുക്ക് ലാഭത്തിൽ തന്നെ കൊണ്ടുപോകാം. കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിപണന സാധ്യത നമ്മൾ മുന്നിൽ കാണണം. നമ്മുടെ പരിധിയിലുള്ള കൃഷി ഓഫീസിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, നമുക്ക് ചോദിക്കാം, അവരുടെ സംശയങ്ങൾ ചോദിക്കാം. അങ്ങനെ ആ ഒരു ബന്ധം കൃഷി വകുപ്പും ഈ കർഷകനുമായിട്ട് നിലനിർത്തി പോയാൽ നാളേക്ക് ഇതുപോലുള്ള പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരാനൊക്കെ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള സംസ്ഥാന സർക്കാർ കൃഷിവകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സപ്പോർട്ട് കൂടിയായപ്പോൾ 12 ഏക്കറോളം പടർന്ന പന്തലിൽ നിന്ന് വിപണിയിലെത്തിയ പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ വിജയഗാഥയായി അത് മാറി. നടയിൽ മുതൽ പന്തലൊരുക്കുന്നതും പരിചരിക്കുന്നതും ഉൾപ്പെടെ സമയാസമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഉദ്യോഗസ്ഥർ സന്നദ്ധരാണ്. SHM മുഖേന നടപ്പിലാക്കുന്ന MIDH പദ്ധതികൾ പൈലിക്കും കൂട്ടർക്കും കാർഷിക രംഗത്ത് വിജയം കൈവരിക്കാൻ സഹായകമായി.